السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, വിജ്ഞാനവും ചിന്തയും ലോകത്തോടൊപ്പം സഞ്ചരിക്കാമെന്നത് ഒരേ സമയം പ്രചോദനവും വെല്ലുവിളിയും നേരിടുന്ന വിഷയമാണ്. നാം ഇന്നിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിവേഗം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. ഒരു കാലത്ത് വിചിത്രമായി തോന്നിയ അറിവുകൾ പോലും ഇന്ന് വിരിയുന്ന വേരുകളായി നമ്മുടെ ചുറ്റുപാടിലും പടർന്നു കിടക്കുന്നുണ്ട്. വിജ്ഞാനത്തിനും ചിന്തിക്കുന്നതിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നമ്മുടെ ഇസ്ലാം മതം തന്നെയാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വിശുദ്ധ ഖുർആൻ. വിജ്ഞാനവും ചിന്തയും കൂടിച്ചേർന്നാണ് മനുഷ്യനെ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നത്. ആ കണ്ടുപിടുത്തം തന്നെയാണ് ലോകത്തിന്റെ വളർച്ചയെ നിശ്ചയിക്കുന്നത്. എഡിസൺ കണ്ടുപിടിച്ച ബൾബും, അലക്സാണ്ടർ കണ്ടുപിടിച്ച ടെലിഫോണും, ഗലീലി കണ്ടുപിടിച്ച ടെലിസ്കോപ്പും ഒക്കെ തന്നെയാണ് മനുഷ്യന്റെ വിജ്ഞാനവും ചിന്തയും ഇടകലർന്നിട്ടുണ്ടായ കണ്ടുപിടുത്തം തന്നെയാണ്. തീർച്ചയായും വിജ്ഞാനവും ചിന്തയും വ്യക്തികളെയും സ്റ്റേറ്റുകളെയും രൂപപ്പെടുത്തും എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ ബെസ്റ്റ് വെപ്പൺ ടു ചേഞ്ച് അവർ വേൾഡ് എന്ന് നെൽസൺ മണ്ടേല പറഞ്ഞതുപോലെ കണ്ണാടി ചില്ലുകളെ ജനവാദികളാക്കി മാറ്റുന്നത് വിജ്ഞാനത്തിന്റെ താല്പര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ലോകം ഇന്ന് പഴയതിലേക്ക് ഒരിക്കലും മടങ്ങാത്തത്രയും മുന്നിലേക്ക് കുതിച്ചു പോയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മളും അറിവുള്ളവരായിരിക്കേണ്ടത് അനിവാര്യമായ കാര്യം തന്നെയാണ്. കാരണം വെറുതെ ലോകം കുതിച്ചു പോകുമ്പോൾ പിറകിൽ നിൽക്കാതെ പുതിയ ചോദ്യങ്ങൾ ഉന്നയിക്കാനും പുതിയ ഉത്തരങ്ങൾ കണ്ടെത്താനും നാം തയ്യാറാകേണ്ടതുണ്ട്. വിജ്ഞാനം എന്നത് വെറും ഒരു സാങ്കേതിക പുരോഗതിയല്ല, അതൊരു ദർശനിക യാത്രയും ആന്തരിക വളർച്ചയുമാണ്. ചിന്തിക്കാതെ ഒരു സമൂഹത്തിന് ആ സമൂഹത്തിലെ ജ്ഞാനസമ്പത്തിനെ കാത്തു സൂക്ഷിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ആഗോളതലത്തിൽ എല്ലാ മനുഷ്യരും വ്യത്യസ്തങ്ങളായ അറിവുകൾ നേടാനും വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ചെയ്യാനും തുടങ്ങിയിട്ടുള്ളത്. മനുഷ്യാവകാശങ്ങൾ, കാലാവസ്ഥ വ്യതിയാനം തുടങ്ങിയ ആഗോളതലത്തിൽ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള പോംവഴി വിജ്ഞാനവും ചിന്തയുമാണ് നാം മനസ്സിലാക്കണം. വിജ്ഞാനവും ചിന്തയും നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് അലക്ഷ്യാവസ്ഥ തന്നെയാണ്. ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിജ്ഞാനമില്ലാതെ ചിന്ത മരവിച്ചതാണ്, ചിന്തിക്കാതെയുള്ള വിജ്ഞാനം വഞ്ചനയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. സാമൂഹികവും ആത്മീയവുമായ വിജ്ഞാനത്തിൻ്റെയും ചിന്തിക്കുന്നതിൻ്റെയും മഹത്വങ്ങൾ വെളിപ്പെടുത്തുന്ന, എന്നും ജീവിക്കുന്നത് പോലെ പഠിക്കുകയും നാളെ മരിക്കുന്നത് പോലെ ജീവിക്കുകയും ചെയ്യുക എന്ന മഹത്വചനം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.